എരുമുപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് അതിദാരുണമായ സംഭവം നടന്നത്. 2 വർഷം മുൻപ് വീണ് എല്ല് പൊട്ടിയതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു 84 വയസ്സുള്ള കാർത്തിയായിനി. മാനസികാസ്വാസ്ഥ്യമുള്ള 60 വയസ്സുള്ള 2 മക്കളും ഇവർക്കുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 കാർത്തിയാനിയുടെ 4ാമത്തെ മകൻ മണി വീട്ടിൽ വന്ന് ലൈറ്റിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നതിന് പോയതാണ്. ഉച്ചയ്ക്കും മണി ഭക്ഷണം നൽകിയിരുന്നു. ചിക്കനും കൂട്ടി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്ത് ഫോട്ടോയുമെടുത്ത് കാർത്തിയാനിയുടെ പേരമക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു. വൈകിട്ട് മണി വീട്ടിൽ പോയി അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണമെടുത്ത് തിരിച്ചു വന്നപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയും സഹോദരനെയുമാണ് കണ്ടത്. നാട്ടുകാരും വീട്ടുകാരും ഓടിക്കൂടിയ നേരത്ത് മുഖത്തും ശരീരത്തിലും രക്തം പുരണ്ട നായ ഓടി രക്ഷപ്പെട്ടു. അതിക്രൂരമായാണ് വയോധികയെ നായ കടിച്ചിരിക്കുന്നത്. മുഖത്തും കഴുത്തിലും ആഴത്തിൽ കടിയേറ്റിട്ടുണ്ട്. മകൻ ദേവദാസിന് കാലിൽ ഗുരുതര പരിക്കുണ്ട്. വീട്ടിൽ വെച്ചു തന്നെ കാർത്തിയാനി മരിച്ചിരുന്നു. ആക്രമണകാരിയായ നായ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പ്രദേശത്ത് ചുറ്റി നടക്കുന്നുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വലിയ ശരീരഘടനയുള്ള നായയാണ്. കാർത്തിയാനിയെ ആക്രമിച്ച ശേഷം നായ സമീപമുള്ള വീട്ടിലെ വളർത്തുനായയെയും വീടിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്ന യുവാക്കളെയും ആക്രമിച്ചിട്ടുണ്ട്. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയമുണ്ട്. നാട്ടുകാരും കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദിന്റെയും നേതൃത്വത്തിൽ ജനപ്രതിനിധികളും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും ചേർന്ന് പ്രദേശത്ത് നായയ്ക്കായുള്ള തിരച്ചിൽ നടത്തി. നായപ്പിടുത്തക്കാരൻ ബൈജു കടങ്ങോട് 3 തവണ നായയെ പിടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. പിന്നീട് രാത്രി 10 മണി കഴിഞ്ഞ് നായയെ പിടിക്കാൻ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ വടിയും ആയുധങ്ങളുമായി എത്തിയാണ് പിടികൂടിയത്. പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായയുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രിയും പകലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നതിനും പുറത്തിറങ്ങുന്നതിനും മുതിർന്നവരോടൊപ്പം മാത്രമേ കഴിയുന്നുള്ളൂ. പ്രദേശത്ത് തുകൽ തൊഴിൽ നടത്തുന്നതിനാൽ മാംസം ഭക്ഷിക്കുന്നതിനെത്തുന്നതാണ് തെരുവുനായ്ക്കൾ അധികവുമെന്നും പരാതിയുണ്ട്.